ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ബിരിയാണി, ഫ്രൈ ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും അപ്പോൾ കഴിക്കാൻ പാടില്ല. ഡൈജഷൻ അപ്സെറ്റ് ആവുകയും നമുക്ക് അസുഖം വരികയും ചെയ്യും. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം. ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ്റെ ഹെൽത്ത് നിലനിർത്തുക, അതുപോലെ തന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഡിസീസ് ക്യൂർ ചെയ്യുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ആദിത്യ. ആയുർവേദയിലെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള, ചികിത്സാ പ്രാവീണ്യമുള്ള, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ആയ ഹോങ്കോങ്, UK, മാൽദീവ്സ് പോലുള്ള സ്ഥലങ്ങളിൽ ആയുർവേദത്തെ പറ്റി പ്രചരിപ്പിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും സെമിനാർസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ആനന്ദ് പി സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. നമസ്കാരം സാർ. നമ്മുടെ ചികിത്സ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ സാർ എപ്പോഴും തുടങ്ങുന്നത് തന്നെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിതം നയിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിലേക്ക് വരുമ്പോൾ തന്നെ ദിനചര്യ, ഋതുചര്യ, സന്ധ്യാചര്യ, രാത്രിചര്യ, അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആയുർവേദ ചികിത്സ എടുക്കുന്നത് തന്നെ കർക്കിടകത്തിലാണല്ലേ സാർ? കർക്കിടകം ഒരു ഹീലിംഗ് പീരീഡ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സാറ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ സാറിന് കർക്കിടക മാസവും അതുപോലെ തന്നെ അപ്പോൾ ചികിത്സ എടുക്കുന്ന കൊണ്ടുള്ള നേട്ടങ്ങളും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് കടുത്ത വേനൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന മഴക്കാലമാണ്. അപ്പം ദേഹം പെട്ടെന്നൊരു ഷോക്ക്ഡ് ആവും, ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ പറയുന്ന വാദം, പിത്തം, കഫം എന്ന് പറയുന്ന ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, മസിൽസിനൊക്കെയുള്ള പെയിന്, ഇതൊക്കെ ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയമാണ്. ദഹനശക്തി വളരെയധികം കുറയും, ദേഹബലം കുറയും, ഇമ്മ്യൂണിറ്റി പവർ കുറയും, തണുപ്പ്, ഈർപ്പം, ഹ്യൂമിഡിറ്റി. അപ്പോൾ എന്ത് പറ്റും? ഫംഗസ്, നമ്മൾ വീട്ടിലൊക്കെ നോക്കി അറിയാം, പൂപ്പൽ പിടിച്ചിരിക്കുന്നത്. ഈർപ്പം ഭയങ്കര ഇഷ്ടമാണ് ഈ മൈക്രോ ഓർഗാനിസംസിന്, ഫംഗസിന്, വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. അവർക്ക് പടരാൻ എളുപ്പമാണ് ഈർപ്പത്തിൻ്റെ സാന്നിധ്യം. അത് പെട്ടെന്ന് പടരുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന നമ്മളിൽ അത് രോഗങ്ങളുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വേണം ചികിത്സ. ദേഹബലം കുറഞ്ഞിരിക്കുമ്പോൾ വേണം ചികിത്സ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ചികിത്സ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, ദഹനശക്തി കൂട്ടും. പക്ഷെ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഇതൊരു ഹീലിംഗ് പീരീഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം രോഗം വരുമ്പോൾ നമ്മൾ ചികിത്സിച്ചേ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കർക്കിടകം വരട്ടെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. രോഗം വരുമ്പോൾ ഉടനെ ട്രീറ്റ്മെൻറ്റിന് പോകണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ ട്രീറ്റ്മെൻറ്റിന് പോകണം. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ശരീരബലം വർദ്ധിപ്പിക്കാനുള്ള ചികിത്സയാണ്. ഈ ഋതുക്കളുടെ മാറ്റം അനുസരിച്ച് വർഷകാലം വരുമ്പം നമ്മുടെ ബോഡിയിൽ വരുന്ന ചില അസന്തുലിതാവസ്ഥകളെ ബാലൻസ് ചെയ്ത് ആരോഗ്യപൂർണമായ മഴക്കാലം ത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സയാണ്. മാത്രമല്ല ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ, കർക്കിടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മലയാളം കലണ്ടറിൽ ലാസ്റ്റ് മന്താണ്. പിന്നെ അടുത്ത് ചിങ്ങം വരികയാണ്. അപ്പോൾ പുതുവർഷം പുലരുന്നതിന് മുമ്പ് ശരീരം ബലമൊക്കെ ആർജിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി പുതുവർഷത്തെ വരവേൽക്കാൻ കർക്കിടക ചികിത്സ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ മെയിനായിട്ട് എല്ലാവരും അറിയാന്നുള്ള കർക്കിടക കഞ്ഞി, ഇതുപോലെ പത്തിലത്തോരനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആൾക്കാർ കർക്കിടക കഞ്ഞിയൊക്കെ വാങ്ങി കുടിക്കും. പക്ഷെ എന്താ ചെയ്യുന്നത്? അവർ ഇപ്പോൾ അൽഫാം, ബിരിയാണി ഇതെല്ലാം കഴിച്ചിട്ട് കർക്കിടക കഞ്ഞി കുടിക്കുവാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സാർ, നമ്മുടെ ഒരു ഹ്യൂമിഡിറ്റി ആണല്ലോ, ഈ ഒരു ടൈം ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അത് നമ്മുടെ ഗട്ട് ഫ്ലോറെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതൊക്കെ തരം ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിൽ അവർക്ക് എന്താ പറയുക പ്രശ്നമുണ്ടാകുന്നത്? അത് കർക്കിടക കഞ്ഞി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ഈ സമയത്ത് ദഹനശക്തി വളരെ കുറവാണ്. മഴ, ഈർപ്പം, ബോഡിയിൽ അഗ്നി, നമ്മുടെ അഗ്നി എന്ന് പറയുന്ന ജഠരാഗ്നി എന്നൊരു സംഭവമാണ്, ഡൈജസ്റ്റീവ് പവറാണ്, അത് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ലഘുവായിട്ടുള്ള ഫുഡ് കഴിക്കണം, ദീപനമായിട്ടുള്ള ഫുഡ്, ഡൈജസ്റ്റീവ് പവർ കൂട്ടേണ്ട ഫുഡ് കഴിക്കണം, സ്നിഗ്ധമായിട്ടുള്ള ഫുഡ് കഴിക്കണം.
അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് വേണം കഴിക്കാൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ബിരിയാണി ഒന്നും കഴിക്കാൻ പാടില്ല ഈ സമയത്ത് പ്രത്യേകിച്ച്. അങ്ങനത്തെ ഫുഡ് എന്ന് പറയുന്നത് കഞ്ഞിയാണ്. കഞ്ഞിയിൽ കൂടുതൽ വെള്ളവും കുറച്ച് പറ്റും. അതിന് ചെന്നല്ലരി ചോറ് അല്ലെങ്കിൽ ഞവരച്ചോറ്. ചെന്നല്ലരി ചോറിന്റെ പ്രത്യേകത അതിൽ തവിടുണ്ട്. അപ്പോൾ അതിലൊരുപാട് വൈറ്റമിൻ ബി കോംപ്ലക്സ് അങ്ങനെയുള്ള ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ സ്നിഗ്ധം, കഞ്ഞി സ്നിഗ്ധമാണ്. പിന്നെ അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഫൈബറിനും പ്രോട്ടീനും വേണ്ടി നമ്മളതിൽ പയർ ചേർക്കും, ചെറുപയർ. പിന്നെ ആശാലി എന്ന് പറഞ്ഞൊരു ഒരു തരം മില്ലറ്റ് ഉണ്ട്. അതിലൊരുപാട് വൈറ്റമിൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് ചേർക്കാവും, എല്ലാം കുറേശ്ശെ. പിന്നെ ഉലുവ ചേർക്കും, പിന്നെ ദശമൂലങ്ങൾ പൊടി ചേർക്കും, പിന്നെ ദശപുഷ്പങ്ങൾ ചേർക്കും. ഇതൊക്കെ കൂടെ ആകപ്പാടെ നമ്മളെ ഒരു ഡൈജസ്റ്റീവ് പവർ കൂട്ടുന്നു. പിന്നെ ഒരു രസായന ഗുണം ഉണ്ട് ഇതിന്. എലിമിനേഷന് ഹെൽപ്പ് ചെയ്യും, ഫൈബർ ഉള്ളത് കൊണ്ട്. പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ ഇതൊരു സന്തുലിതമായ ഒരു സാധനമാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അത് കർക്കിടക സമയം എന്ന് പറയുന്ന മഴ സമയമാണ്. നമ്മളധികം വെളിയിലൊന്നും ഇറങ്ങാതെ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. പണ്ട് കൃഷി ഒക്കെ ഉള്ള സമയം, കർഷക സ്ഥലമായിരുന്നല്ലോ കേരളം എന്ന് പറയുന്നത്. കാർഷിക വൃത്തിയാണ് കൂടുതലും. ആ ടൈമിൽ പിന്നെ ആൾക്കാർക്ക് കൃഷി ജോലി ചെയ്യാനൊന്നും പറ്റൂല, കയ്യിൽ പൈസയൊന്നും കാണില്ല. അവർ മിക്കവാറും ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പങ്ങളും കൂടെ വരും. മഴ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വിധപ്പെട്ട ആർത്രൈറ്റിസ് ഉള്ളവർക്കെല്ലാം ജോയിൻറ്റ് പെയിനും ഒക്കെ വരും. അങ്ങനെയുള്ള സമയത്ത് ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ലഘുവായിട്ടുള്ള ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മഴയത്ത് ഇറങ്ങി നടന്നാൽ തന്നെ കുഴപ്പമാണ്. മഴ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കുടയൊക്കെ വെച്ച് കൊണ്ടൊക്കെ പോവാവും. സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു ഈർപ്പം തങ്ങി നിൽക്കുന്ന സമയം, കഴിയുന്നതും വലിയ പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് കർക്കിടകം. അപ്പോൾ ആ ടൈമിൽ ഇതുപോലുള്ള ഫുഡ് കഴിക്കുക. ദഹന ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ബിരിയാണി, ഫ്രൈ ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും അപ്പോൾ കഴിക്കാൻ പാടില്ല. ഡൈജഷൻ അപ്സെറ്റ് ആവുകയും നമുക്ക് അസുഖം വരികയും ചെയ്യും. അപ്പോൾ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ദീപനമാണ്, ഡൈജസ്റ്റീവ് പവർ കൂട്ടും. അതിൽ അത്യാവശ്യം വേണ്ട സന്തുലിതമായ ഫുഡ് ഇതുണ്ട്, പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, നമ്മൾ കർക്കിടകത്തിൽ ഒന്ന് പോയി ഒഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ സാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ കർക്കിടകം യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈർപ്പം, തണുപ്പ് ഒക്കെ ഉണ്ട്. അപ്പം കർക്കിടകത്തിലെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു 3 തരത്തിൽ നമുക്ക് അതിനെ തിരിക്കാം. ഒന്ന്, ശോധന ചെയ്യണം. കാരണം വേനൽക്കാലത്തെ നമ്മുടെ ദഹനശക്തി അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് മഴയും കൂടെ ആകുമ്പോൾ ദഹനശക്തി പോയി. ബോഡിയിൽ ഒരു കൊല്ലമായിട്ട് നമ്മുടെ മനസ്സിലും ബോഡിയിലും ഉണ്ടാകുന്ന കുറേ ദുഷിച്ച സംഗതികളുണ്ട്. നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, അഹിതമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, അമിതമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, അതൊക്കെ കൂടെ ചേർന്ന് ബോഡിയിൽ ഒരുപാട് ദുഷ്ടമുണ്ട്. അതിനെ ശോധിപ്പിച്ച് കളയണം. അത് ശോധനം എന്നൊരു പരിപാടിയുണ്ട്. ആയുർവേദത്തിലെ ശോധനത്തിന് പക്ഷേ ചില പൂർവ്വകർമ്മങ്ങളുണ്ട് ചെയ്യണം. അത് ഓയിൽ തേക്കുക, ബോഡി ഒന്ന് സോഫ്റ്റ് ആക്കുക. ഈ വേനൽക്കാലമൊക്കെ കഴിയുമ്പോൾ തന്നെ ബോഡി അങ്ങ് രൂക്ഷമായിരിക്കും. അപ്പോൾ ഓയിൽ ചേർത്ത് ഒന്ന് ഓയിലൊക്കെ തേച്ചൊന്ന് സോഫ്റ്റ് ആക്കണം, ലൂബ്രിക്കേറ്റഡ് ആക്കണം. നമ്മുടെ വാതിലിൻ്റെ വിജാവിരി കണ്ടിട്ടില്ല, അത് പ്രോപ്പറായിട്ട് എണ്ണ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് കരയാൻ തുടങ്ങും. ഏതാണ്ട് അതേ അവസ്ഥയാണ്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വാതിലിൽ നനയും കൂടെ ചെയ്താൽ എന്ത് പറ്റും? തുരുമ്പെടുക്കും. അതേ അവസ്ഥയാണ്. വേനൽ കഴിഞ്ഞ് മഴയത്ത് തുരുമ്പെടുക്കാൻ അനുവദിക്കരുത്. ആ ടൈമിൽ നമ്മൾ ഓയിൽ ദേഹത്ത് തേക്കണം. ഓയിൽ തേക്കുക മാത്രമല്ല, മഴ സമയത്ത് തണുപ്പ് സമയമായതുകൊണ്ട് ബോഡിയിലുള്ള ചാനൽസ് എല്ലാം ഇങ്ങനെ കോൺട്രാക്റ്റഡ് ആവും. നമ്മുടെ ശരീരം പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കുഞ്ഞു ചാനൽസ് ആണ് അത് മുഴുവനും. ബിഗ്ഗസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ അലിമെൻ്ററി കനാലാണ്. അല്ലാതെ തന്നെ കുഞ്ഞു ചാനലുകളുണ്ട്. ഇതിൽ കൂടെ ബോഡി ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുക. പലതരം ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ്, ലിംഫ്, ഹോർമോൺസ്, ഇതെല്ലാം ഇങ്ങനെ ഫ്ലോ ആണ് ജീവിതം. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള
ഈ ലിക്വിഡിൻ്റെ ഫ്ലോ ആണ് ലൈഫ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ ഖനമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കുറേ ചാനലുകൾ, അതിൻ്റെ വാള്, ഇതൊക്കെയാണ്. അപ്പോൾ ചൂട് കൊടുക്കണം, ചൂടുവെള്ളം കുടിക്കുക, ചൂട് കൊടുക്കുക. അപ്പോൾ ആയുർവേദത്തിൽ ഓയിൽ തേച്ചിട്ടേ ചൂട് കൊടുക്കാവും. ചൂട് കൊടുക്കുമ്പോൾ നമ്മൾ കിഴി, ചിലപ്പം വേണമെങ്കിൽ ഈ മരുന്നുകൾ ചേർത്ത പൊടി കൊണ്ട് നമ്മൾ കിഴി കെട്ടി കിഴി കൊടുക്കും. അല്ലെങ്കിൽ ഇലകൾ മുറിച്ചിട്ട് വേറെ കുറേ നാരങ്ങ അതുപോലെയുള്ള കുറേ ഹെർബ്സ് അതെല്ലാം കൂടെ ചേർത്ത് കിഴി കൊടുക്കും. അങ്ങനെ ചൂട് കൊടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അല്ലെങ്കിൽ ചെറിയ തോതിലാണെങ്കിൽ ഹിപ്പ് ബാത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ബോഡിയെ ചൂട് ആക്കുക. അപ്പം ബോഡിയിലുള്ള ചാനൽസൊക്കെ ഒന്ന് ഡയലേറ്റഡ് ആവും. ഈ വേനൽക്കാലത്ത് തന്നെ നമ്മുടെ ബോഡിയിലുള്ള വാദം ഇങ്ങനെ കോപിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് മഴയും കൂടെ ആകുമ്പോഴത്തേക്കും വാദം കോപിച്ച് ഒരുവിധപ്പെട്ട വാദരോഗികൾക്കെല്ലാം വേദന കൂടുന്ന സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് മഴ സമയത്ത് അങ്ങ് കൂടും. പിന്നെ അങ്ങ് അറ്റം പറ്റി കിടക്കുന്നവർ ഈ കർക്കിടക മാസത്തിൽ മരിച്ചു പോവുകയും ചെയ്യാതെ പെട്ടെന്ന് മരണങ്ങൾ ഒരുപാട് നടക്കുന്ന സമയമാണ് കർക്കിടകം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം കർക്കിടകം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീര ബലം കുറയുന്ന ഒരു മാസമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒന്ന് പിന്നെ ശോധന ചികിത്സ, ഓയിലേഷൻ, ഈ ചൂടാക്കൽ, പിന്നെ അത് രസായന ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കാം. ഇപ്പം ചവനപ്രാശം പോലുള്ള മരുന്ന് കഴിക്കാൻ നല്ലതാണ്. അതൊന്ന്. പിന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും. ഡയറ്റ് നേരത്തെ പറഞ്ഞ പോലെ സ്നിഗ്ധദീപനമായിട്ടുള്ളത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞ പോലെ മഴയത്ത് ചെയ്യേണ്ട, വർഷകാലത്ത് ചെയ്യേണ്ട കുറെ ചര്യകളുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. മഴയത്ത് എന്തൊക്കെ ചെയ്തുകൂടാൻ നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മൾ പാലിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു 3 സംഭവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർക്കിടകം നമുക്ക് തരണം ചെയ്യാൻ പറ്റും. സാർ, ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് 6 ഋതുക്കളുണ്ടല്ലേ. 6 ഋതുവിന് നമുക്ക് ഓരോ ചര്യകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് ആണല്ലോ. എല്ലാവർക്കും ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്താനോ അങ്ങനൊന്നും ആരും ചിലവഴിക്കാറില്ല. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു പോകാം, ദിനചര്യയിൽ എന്തൊക്കെ ചെയ്തു പോകാം, ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്തു പോകാൻ പറ്റും? ആയുർവേദത്തിൽ പറയുന്ന ഈ ഋതുചര്യകൾ പൊതുവെ ഒരു ജനറലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതലും ഹൈജീനിക് ആവുക എന്നുള്ളത്, വൃത്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. അത് ശാരീരിക വൃത്തി ഒരു ഇതാണ്. മനസ്സും വൃത്തിയുള്ളതായിരിക്കണം എന്നാണ്. രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ പറയുന്ന രാവിലെ എണീക്കണം എന്ന്. സൂര്യൻ ഉദിക്കുന്നതിന് ഒരു 45 മിനിറ്റെങ്കിലും ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. അത് വേറെ 90 മിനിറ്റും ഒക്കെയാണ്. നമുക്ക് 45 മിനിറ്റ്സ് മുമ്പ് 5:15 അഴിച്ചാൽ മതി. 5:15 അഴിച്ച് അത്യാവശ്യം വേണ്ട ഇതൊക്കെ ചെയ്തിട്ടൊരു ചെറിയ എക്സസൈസ് ചെയ്യണം. സൂര്യൻ്റെ പ്രകാശം വരുന്ന സമയത്ത്, സൂര്യോദയ സമയത്ത് തന്നെ എന്തെങ്കിലും എക്സസൈസ് നടക്കാം. അല്ല സൂര്യ നമസ്കാരം ചെയ്യാനുള്ളവർക്ക് അതാവാം. ബ്രീത്തിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യാം. ഒരു അരമണിക്കൂറെങ്കിലും. നമ്മുടെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരബലത്തിൻ്റെ പകുതി കൊണ്ട് ചെയ്യണം എന്നാണ്, അർത്ഥശക്തി കൊണ്ട് ചെയ്യണം എന്നാണ്. അപ്പം ഈ നെറ്റിയിലൊക്കെ ഇങ്ങനെ വേർപ്പ് പൊടിയുന്ന സമയത്ത് എക്സസൈസ് നിർത്താം. ഓവറായിട്ട് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. യോഗ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുളിക്കണം. യോഗ ചെയ്ത് വേർപ്പൊക്കെ ഒന്ന് അറിയതിന് ശേഷം കുളിക്കുക. അത് ഹൈജീനിക്കായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. എല്ലാ ദിവസവും കുളിക്കണം എന്നാണ് ആയുർവേദ. സ്നാനം ദീപനം ആയുഷ്യം എന്നാണ്. വൃക്ഷ്യം ഊർജ ബലപ്രദം എന്നൊക്കെ പറഞ്ഞ ശ്ലോകമാണ്. അപ്പോൾ കുളിക്കുന്നത് പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത്. വർഷകാലത്താണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണ് നല്ലത്. തണുപ്പ് കാലത്തും ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഗ്രീഷ്മകാലത്തിൽ സാധാരണ വെള്ളത്തിൽ സാധാരണ ടെമ്പറേച്ചറിൽ കുളിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കാരണം നീണ്ട ഫാസ്റ്റിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഴിച്ചൊന്ന് ബ്രേക്ക് ചെയ്യണം ഫാസ്റ്റിന്. അതിന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. ഇപ്പം ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ചെറിയ 1-2 ഇഡ്ഡലിയോ ഒരു ദോശയോ അങ്ങനെ സിമ്പിളായിട്ട് ലഘുഭക്ഷണം മതി ബ്രേക്ക്ഫാസ്റ്റിന്. ലഞ്ച് നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പലപ്പോഴും ഇപ്പം ജോലി തിരക്കൊക്കെ ഉള്ളത് കാരണം ആളുകൾ ലഞ്ചിന് കുറയ്ക്കുകയാണ് പതിവ്. കാരണം പക്ഷെ ലഞ്ച് നന്നായിട്ട് കഴിക്കാം. കാരണം സൂര്യൻ നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. അഗ്നിയാണ്. സൂര്യനും നമ്മളെ ഡൈജസ്റ്റീവ് പവറുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ലഞ്ച് നന്നായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. കൂടുതൽ ഫൈബർ, പ്രോട്ടീന് ഒക്കെ കഴിച്ചിട്ട്
അങ്ങനെയുള്ള ലഞ്ച്. അത് ഹെവി ആവാനേ കുഴപ്പമില്ല. വെജിറ്റബിൾസൊക്കെ ഒരുപാട് കഴിക്കാം. ഈവൻ ഫ്രൈ ആയിട്ട് ചിക്കനൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിക്കനും ഫിഷും ഒക്കെ മൂവ് ചെയ്യുന്ന ജീവികളാണ്. അപ്പം ലേസി അനിമൽസിൻ്റെ മീറ്റ് ഒഴിവാക്കണം. പ്രത്യേകിച്ചും ബീഫ്, പോർക്ക് ഇത് ഹെവിയാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസം. പിന്നെ നോൺ വെജ് കഴിക്കുമ്പോൾ സൂപ്പായിട്ട് കഴിക്കുന്നത് വളരെ നല്ലത്. ചുക്കും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഡൈജഷന് നല്ലതാണ്, പ്രോട്ടീനും കിട്ടും. പിന്നെ ഈവനിങ് ഡിന്നർ എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ ആൾക്കാർ ഹെവി ആയിട്ട് കഴിക്കും. ഇഷ്ടം പോലെ വാരി വലിച്ച് തിന്നും രാത്രി. അത് കുഴപ്പമാണ്. രാത്രിയാകുമ്പോൾ സൺലൈറ്റ് ഇല്ല, നമ്മുടെ ഡൈജഷനെല്ലാം ഉറങ്ങാൻ പോവുകയാണ്. കണ്ണുപോലും ഇങ്ങനെ അടഞ്ഞു വരുന്ന സമയം ബ്ലഡ് വെസൽസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ഉറങ്ങണം, റെസ്റ്റ് വേണം എന്ന് ബോഡി ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ കൂടെ വാരി വലിച്ച് തിന്നണം. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള കാരണം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഘുഭക്ഷണമാക്കി ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ ഇറ്റ്സ് ഓക്കെ, നല്ലൊരു ഭക്ഷണം. അതാണ് ദിനചര്യയായിട്ട് വരുന്നത്. സാർ, ഇപ്പോൾ ഷിഗല്ല ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീടുകളിലായാലും? ഇപ്പോൾ ഡ്രൈ ഡേ ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട് വീടുകളിലും ഓഫീസിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട്. അപ്പം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡിയിൽ മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ വീടുകളിലും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും? അതിന് ഏറ്റവും പ്രധാനം ഹൈജീനിക് ആവുക എന്നുള്ളതാണ്. വ്യക്തി ശുചിത്വം വ്യക്തി ആരോഗ്യം മാത്രമല്ല, സാമൂഹ്യ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതി നന്നായിരിക്കണം. നമ്മൾ വ്യക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ സാമൂഹ്യ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. അയൽവാസിയുടെ സ്ഥലം വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവരോട് പറഞ്ഞ് അത് വൃത്തിയാക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷനിലെങ്ങാനും പറഞ്ഞ് അതിന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ വേസ്റ്റ് എടുത്ത് അപ്പുറത്തോട്ട് ഇടാതിരിക്കുക. മതിലിൻ്റെ അപ്പുറത്ത് നമ്മൾ ചത്ത എല്ലിയ വേണമെങ്കിൽ എടുത്തിടാം. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ സാമൂഹ്യമായിട്ടുള്ള ആരോഗ്യം കൂടെ നോക്കി ജീവിക്കണം. പിന്നെ പുകയ്ക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പം പിന്നെ അപരാജിത ധൂപം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ വയമ്പും ചുക്കും മല്ലി ഗുഗ്ഗുലുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. അത് വെച്ച് പുകച്ചാലും മതി. അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ് ഒന്നും പെരുകാതെ നോക്കാൻ പറ്റും. അപ്പം വ്യക്തി ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണ്, സാമൂഹ്യ ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണ്, പരിസ്ഥിതിയെ നല്ലതായിട്ട് കീപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മതി. ഈ ഷിഗല്ല അല്ലെങ്കിൽ കോളറ ഇങ്ങനെ പല പല അസുഖങ്ങൾ മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് അതിനൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റും. കാരണം ഈ പുതിയ ടെക്നോളജി ഇതൊക്കെ വന്നപ്പം ഇതൊക്കെ പണ്ടും ഉള്ളതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറികടക്കാൻ പറ്റും. സാർ, നമ്മുടെ ശാസ്ത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടല്ലല്ലോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പേഴ്സൺ ടു പേഴ്സൺ, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ നമുക്ക് വ്യത്യസ്തങ്ങളാണ്. നമുക്കതിന് ദോഷങ്ങളുണ്ട്. ത്രിദോഷങ്ങൾ വെച്ചിട്ട് അവരുടെ പ്രകൃതി നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ അതൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, ഇപ്പോൾ എൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഞാൻ കഫപിത്തമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വർഷ ഋതുവിൽ ഞാൻ ചെയ്യേണ്ട ചര്യകളും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് സാറ് പറഞ്ഞു കൊടുക്കും. ഈ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഒരു വ്യക്തിയെ യുണീക്കായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ആദിത്യ എന്ന് പറഞ്ഞാൽ യുണീക്ക് പേഴ്സൺ, ഞാൻ വേറൊരു വ്യത്യസ്തനാണ്. അപ്പോൾ ഈ വ്യത്യസ്തത മാനിച്ചുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്കും ഡോക്ടറിനും ഒരേ തലവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ ട്രീറ്റ്മെൻ്റ് ആയിരിക്കില്ല. ഇപ്പം ഞാൻ ഒരു കുന്നുംപുറത്ത് ഡെസേർട്ട് പോലെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളും ഡോക്ടർ മാർഷി പ്ലേസിൽ താമസിക്കുന്ന ആളുമാണെങ്കിൽ ദേശത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായിരിക്കും. പിന്നെ ഋതുകാലം വ്യത്യസ്തമായിരിക്കും, ദഹനശക്തി, ഇതൊക്കെ അനുസരിച്ച് വേണം മരുന്നിൻ്റെ ഡോസും ഇതൊക്കെ തീരുമാനിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ആയുർവേദക്കാർ
ആൾക്കാരെ വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞ് തിരിക്കും. വാത പേഴ്സൺസ് എപ്പോഴും ഈ നെർവസ് ആയിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള സ്വഭാവമായിരിക്കും. പിത്ത പേഴ്സൺസ് ഒരു മീഡിയം ടൈപ്പ് ആൾക്കാരും ഇതുപോലെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇടണം, ഓർണമെൻറ്റ്സിലും സുന്ദരന്മാരും ആയിരിക്കും. കഫപ്രകൃതിക്കാർക്ക് ഇത്തിരി വണ്ണവും ഇതൊക്കെ കാണും. ഡോക്ടർ ആദിത്യ ഒരു പിത്ത കഫ പേഴ്സണാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെ ഈ ഓവർ ഈറ്റിംഗ് പാടില്ല. ദഹനശക്തി, പ്രത്യേകിച്ച് ഈ കഫ പേഴ്സൺസിൻ്റെ ദഹനശക്തി മന്ദാഗ്നിയായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മൾ ദീപനമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കണം. റെഫ്രിജറേറ്റഡ് ഫുഡ് കഴിക്കാനേ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ച സാധനമേ കഴിക്കരുത്. എപ്പോഴും ചൂടായിട്ട് കഴിക്കും. പിന്നെ കഫപ്രകൃതിക്കാരുടെ അല്ലെങ്കിൽ പിത്ത കഫപ്രകൃതിക്കാരുടെ ഒരു പ്രധാന പ്രശ്നം ഉറക്കമാണ്. മിക്കവാറും പേർക്ക് ഉച്ചയ്ക്ക് ഉറക്കം വരും. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല, പകലുറക്കം പാടില്ല എന്നുള്ളതാണ്. എന്നാൽ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ വേണം. ഒരു അറ്റ്ലീസ്റ്റ് 6 to 8 hours അവർ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം. പകൽ ഉറങ്ങരുത്. പിന്നെ അവരുടെ അത്യാവശ്യം ഒരു എക്സസൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിനചര്യയിൽ എല്ലാവരും ചെയ്യേണ്ട എക്സസൈസ് ചെയ്യുക. പിന്നെ ചികിത്സ വയസ്സ് നോക്കുകയാണെങ്കിൽ ഉദ്വർത്തനം നല്ലൊരു ചികിത്സയാണ്. പൊടി കൊണ്ടുള്ള തിരുമൽ ചെയ്യുമ്പോഴത്തേക്കും ഈ കഫം, മേധസ് ഇതൊക്കെ അലിയിച്ച് കളയാൻ നല്ലതാണ്. അപ്പോൾ ഉദ്വർത്തനം ചികിത്സ ചെയ്യാം. എന്തൊക്കെയാണ് പിത്തക്കഫക്കാർ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും ഫുഡിൽ ശ്രദ്ധിക്കണം. പകലുറങ്ങരുത്. ഇത് രണ്ടുമാണ്. പിന്നെ അവർക്ക് പെട്ടെന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും അങ്ങനെയുള്ള മരുന്നുകൾ. സാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുവാണെങ്കിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ മരുന്നുകൾ, ആയുർവേദ മരുന്നുകളെ ഇത് ഉപയോഗിച്ചാൽ മതി, ഈ കഷായം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ എണ്ണ തേച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ്, മലയാളി ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ട്, കൂടുതലും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതുമൂലം കുറേ പേർക്ക് ഇപ്പം ആക്നെ സ്കാർസ് കൂടുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് വന്നതാണ്. നമ്മുടെ ഉങ്ങിൻ്റെ ഇല വെച്ച് ഒരു ഇൻഫ്ലുവൻസർ തോരനോ അങ്ങനെ എന്തോ ഉണ്ടാക്കി അതൊരു കോമൺ ആയിട്ടുള്ള ആൾക്കാർ കഴിച്ചു. അവർക്ക് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേ കാര്യങ്ങളുടെ നമ്മുടെ ആയുർവേദം എന്നുള്ള ലേബൽ ചെയ്ത് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് ഒന്നുമല്ല ചെയ്തു വരുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ജനങ്ങളെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. സാർ എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളാണ്. അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, ചീത്ത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം ആയുർവേദത്തിൻ്റെ പ്രചരണത്തിനും നല്ല ആയുർവേദം പ്രചരിപ്പിക്കാനും ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ കൂടുതൽ പോപ്പുലർ ആവാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപകാരപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം ഡോക്ടർ ആദിത്യ, അതുപോലെ ഒത്തിരി ന്യൂ ജനറേഷൻ ആയുർവേദ ഡോക്ടേഴ്സ് ഈ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ കള്ളനാണയങ്ങൾ ആയുർവേദത്തിലുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ആയുർവേദം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആയുർവേദ വൈദ്യന്മാരാവാൻ പറ്റിയ ഒരു ഫീൽഡാണ് സോഷ്യൽ മീഡിയ. അവർക്ക് ആയുർവേദം പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം ആയുർവേദ കോളേജിലൊരു 4.5 കൊല്ലം പിന്നെ കോഴ്സ്, പിന്നെ 1 കൊല്ലം കമ്പൽസറി, പിന്നെ ഹൗസ് ഇൻറ്റേൺഷിപ്പ്, അതിൻ്റെ ഇടയിൽ നമ്മൾ അനാട്ടമി പഠിക്കുന്നു, ഫിസിയോളജി പഠിക്കുന്നു, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നു, ഈ ഡ്രഗിനെ കുറിച്ച് ഫാർമക്കോളജി പഠിക്കുന്നു, ഈ മരുന്നുകൾ എങ്ങനെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യണമെന്നുള്ളത് തിയറിറ്റിക്കലായിട്ട് കുറേ പഠിക്കുന്നു, പ്രാക്ടിക്കൽസ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ടോ ഈ കൂടുതലും നമ്മൾ ഈ 4th ഇയർ ഫൈനൽ ഇയർ ഒക്കെ കൂടുതലും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇൻറ്റേൺഷിപ്പിൽ പിന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് മുതിർന്ന എത്രയോ ഡോക്ടർമാർ, നമ്മൾ അധ്യാപകർ, അവരുടെ പിന്നാലെ നടന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ട്രയൽ ആൻഡ് എറർ, അതിലെന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു, അത് ഏതൊക്കെ ശരിയായി, ഇന്ന മരുന്ന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഒരു പഠനമാണ് സത്യം പറഞ്ഞാൽ 5.5 കൊല്ലം ആയുർവേദ ഡോക്ടർമാർ അല്ലെങ്കിൽ ആയുർവേദ വിദ്യാർത്ഥി അത് കടന്ന് വരുന്നത്. പലർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. എനിക്കറിയാവുന്നുള്ള 2-3 പേര് ഇപ്പോൾ പകുതിയായിട്ട് അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും കടുത്ത പരീക്ഷണങ്ങൾ, പിന്നെ അതൊക്കെ കടന്നിട്ടാണ് നമുക്ക് ഈ ഒരു ടൈറ്റിൽ ഡോക്ടർ എന്നുള്ള ആയുർവേദ ഡോക്ടർ ടൈറ്റിൽ കിട്ടുന്നു, പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, ലൈസൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടും. ഇതേ പരിപാടികൾ തന്നെ MBBSകാരും
ഹോമിയോക്കാരും സിദ്ധക്കാരും ഒക്കെ ഇതേ പ്രോസസ്സിലൂടെ കടുത്ത പിന്നെ പഠന പ്രക്രിയകളിലൂടെ കടന്നു വന്ന അഗ്നി പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളത് ഡോക്ടർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ കടന്നു വന്ന ആളുടെ അടുത്താണ് നമുക്കത് ഓതൻറ്റിക്കായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചില ഇത് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്നും നമുക്ക് ഓതൻറ്റിക്കായിട്ട് പറയാൻ പറ്റും. എല്ലാ ചികിത്സകളൊന്നും ആയുർവേദത്തിന് ചിലപ്പം പറ്റില്ല. ഇപ്പം 3rd സ്റ്റേജ് ആയ ഒരു ക്യാൻസർ, അതല്ലെങ്കിൽ വളരെ അഗ്രിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർജറി വേണ്ടി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം. അത് പിന്നെ ശസ്ത്രസാധ്യം എന്ന് പറഞ്ഞിട്ട് ആയുർവേദം തന്നെ അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്ക് സർജറി ചെയ്യാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് അതിനെ അലോപ്പതിയിലോട്ട് വിടുക. കുറേ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ചില അസുഖങ്ങൾ നമുക്ക് പറ്റൂല, അത് നമ്മൾ റെഫർ ചെയ്യണം. അത് ഡോക്ടർമാരത് ചെയ്യുന്നുണ്ട്. ഇപ്പം ചില ആയുർവേദ രോഗങ്ങൾ തന്നെ ചിലപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ മുതിർന്ന അധ്യാപകർക്ക് ഞാൻ റെഫർ ചെയ്യും. ഇപ്പം റെഫർ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവണം. നമുക്ക് പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട അത്. അപ്പം രോഗിയോടൊരു ആത്മാർത്ഥത വേണം. രോഗി നമ്മുടെ അടുത്ത റിലേറ്റീവിനെ പോലെയാണ് അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനെ പോലെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത കേസുകൾ ഒന്നുകിൽ മുതിർന്ന ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ അത് അലോപ്പതിക്കാർക്കേ പറ്റും, അത് സർജറി വേണം എന്ന് പറഞ്ഞ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വ്യാജ വൈദ്യന്മാർ ആവശ്യമില്ലാത്ത പിന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കും. അവർക്ക് ഇന്നത് പറ്റും, അത് പറ്റും, ഇത് പറ്റും എന്ന് വെച്ചിട്ട് കള്ളനാണയങ്ങളാണ് അവർ. സോഷ്യൽ മീഡിയയിലും ഉണ്ട്, അല്ലാതെയും ഉണ്ട്. ഈ രജിസ്റ്റേഡ് പഠിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചതെന്നും പറഞ്ഞ് അല്ലെങ്കിൽ അപ്പൂപ്പൻ പഠിപ്പിച്ചതെന്നും പറഞ്ഞ് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അച്ഛൻ്റെ നിന്ന് കിട്ടിയ അറിവേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ നിന്ന് കിട്ടിയ അറിവേ ഉള്ളൂ. പക്ഷെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് അധ്യാപകരെ എന്നാണ് അറിവ് കിട്ടുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഏതാണ്ട് ഈ CCIM പറയുന്ന 10, 12, 14 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മൾ പിന്നെ 8 ബ്രാഞ്ചസ് ഉണ്ട് ആയുർവേദം. അതിലെല്ലാം പഠിച്ച് കടന്നു വരുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ അച്ഛൻ്റെ എന്നോ അപ്പൂപ്പൻ്റെ എന്നോ കിട്ടിയ വിജ്ഞാനം വെച്ചിട്ട് നമുക്കത് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ല ആവശ്യത്തിനും ഉപയോഗിക്കാം, ചീത്ത ആവശ്യത്തിനും ഉപയോഗിക്കാം. അപ്പോൾ അവരെ തള്ളിക്കളയണം. സോഷ്യൽ മീഡിയയെ കാണുന്നു. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരാൾ വന്ന് പറഞ്ഞ് ചിരട്ടയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ആ വെള്ളം കുടിച്ച BP കുറയുമോ എന്ന് ചോദിച്ചു. യൂട്യൂബിൽ വന്ന ഒരു സംഭവം. അതുപോലെ വേറൊരാൾ ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് വന്നൊരു രോഗി പുളിഞ്ചിക്ക ഒരു 2-3 പുളിഞ്ചി രാവിലെ വെറും വയറ്റിൽ ഈ പുളിഞ്ചിക്ക ഉണ്ടല്ലോ അത് കുടിക്കും, സ്വരസം കുടിക്കും. അത് കൊളസ്ട്രോളിന് നല്ലതാണെന്ന് യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ പുള്ളിക്ക് ഹൈപ്പർ അസിഡിറ്റി ഉള്ളതാണ്. അതുപോലെ ഉണ്ട് ഡയബറ്റിക്കുകാർ അരിഷ്ടങ്ങൾ കഴിക്കാൻ പാടില്ല. അതിൽ ജാഗരിയുണ്ട്, ഷുഗറുള്ള സംഭവമാണ്. ചില അരിഷ്ടങ്ങളെ ഡയബറ്റിക്കിന് കൊടുക്കാവും. ഇതിപ്പോൾ ഇവരായിട്ട് ഇങ്ങനെ അരിഷ്ടങ്ങൾ കൊടുക്കുകയാണ്. ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, നല്ല ടോണിക്കാണ്, ഇതാണ്. അത് കഴിക്കേണ്ട ചില അവസ്ഥകളുണ്ട്. പിന്നെ ഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അറിയുന്നത് മിക്കവാറും ഈ ഡോക്ടർമാർക്ക് അതറിയാവൂ. പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്കാണ് ആയുർവേദ മരുന്നുകളുടെ ഡോസ് അറിയാം. ഈ ഡോസും ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം പോലെ കഴിക്കാൻ പറ്റുന്നതല്ല മരുന്നുകൾക്കുള്ള പ്രത്യേകത. മരുന്നും ആഹാരവും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഡോസിലാണ്. ആഹാരം നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ കഴിച്ചാലും കുഴപ്പമില്ല. മരുന്നിനൊരു ഡോസ് ഉണ്ട്. അതൊന്നും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? യങ്ങായിട്ടുള്ള ഡോക്ടേഴ്സ്, സമയമുള്ള ഡോക്ടേഴ്സൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല ആയുർവേദത്തിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഇപ്പം നമ്മൾ മലയാളി ഹൗസ് ഹോൾഡ് നോക്കുകയാണെങ്കിൽ ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, അതുപോലെ തന്നെ ഈ ലേഹ്യങ്ങൾ, ഇതെല്ലാം മിക്ക വീട്ടിലും ഉണ്ട്. അത് അവരാരോടും ചോദിച്ചിട്ടല്ല, അല്ലാതെ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ ലുലുവിലൊക്കെ പോകുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഇങ്ങനെ നമ്മുടെ അരിഷ്ടങ്ങളൊക്കെ വച്ചേക്കുക. അപ്പം ആർക്ക് വേണമെങ്കിലും ഇത് മേടിച്ച് സേവിക്കാമെന്നുള്ള രീതിക്കും ഡോസ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ സേവിക്കുന്ന കൊണ്ട് എന്തൊക്കെ പാർശ്വഫലങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് മരുന്ന് നിശ്ചയിക്കുമ്പം ഈ പറഞ്ഞ പോലെ അവരുടെ നമ്മൾ ഈ ദൂഷ്യം, ദേശം, ബലം, കാലം എന്നൊക്കെ പറയും. ദേഹബലം നോക്കണം, അഗ്നിബലം നോക്കണം, ആളിൻ്റെ പ്രകൃതി നോക്കണം. ഇതൊക്കെ നോക്കിയാണ് ആയുർവേദ മരുന്നുകൾ സാധാരണ ഡോക്ടർമാർ നിശ്ചയിക്കാറുള്ളത്.
പക്ഷേ ഇങ്ങനെ ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടമൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കഴിക്കണതാണെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, അവർക്ക് പിന്നെ ഈ അരിഷ്ടങ്ങൾ കഴിച്ചുകൂടാ, അവർക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അരിഷ്ടത്തിൽ പ്രത്യേകിച്ച് മധുരമുള്ള സംഗതിയാണ്. പിന്നെ അരിഷ്ടം ആൾക്കാർക്ക് കുടിക്കാൻ ഇഷ്ടമാണ്. ഇതൊരു അല്പം ആൽക്കഹോളിക് ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന 15 മില്ലിയാണ് ഒരു ദിവസത്തെ ഡോസായിട്ട് പറയാം. ഇത് ആൾക്കാർ പിന്നെ 100 മില്ലി 200 മില്ലിയൊക്കെ കുടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരിതൊന്നും നോക്കൂല. അവർ അരിഷ്ടമാണോ, പ്രത്യേകിച്ചും പിപ്പല്യാസവും പോലുള്ള ചില അരിഷ്ടങ്ങളിൽ തിപ്പലിയോട് ചേർന്നുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ അപകടകരമാണ്. അത് പിന്നെ അസിഡിറ്റി ഉള്ളവർക്ക് അരിഷ്ടം കഴിക്കാൻ പാടില്ല. അത് അൾസറായിട്ട് മാറാം. ഡയബറ്റിക് ഉള്ളവർക്ക് പാടില്ല. അതുപോലെ തന്നെ ലേഹ്യങ്ങൾ മധുരമുള്ളതാണ് പലതും. അതുപോലെ തന്നെ നരസിംഹ രസായനം പോലെയുള്ള സാധനങ്ങൾ കടുത്ത മധുരമാണ്. അമൃതപ്രാശത്തിലൊക്കെ നെയ്യുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചിലപ്പം ഇതുപോലുള്ള ലേഹ്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച് വേണം മരുന്ന് കഴിക്കാൻ. അത് നല്ലതൊരു ഡോക്ടറുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി ആയുർവേദ കോളേജുകൾ ഉള്ള സ്ഥിതിക്ക് പഴത്തെ പോലെ ആയുർവേദ ഡോക്ടർമാർ റെയറല്ല, എല്ലായിടത്തും ഉണ്ട്. ആരുടെത്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചിട്ട് ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ആരോഗ്യകരം. സാർ, ഇപ്പോൾ ആയുർവേദയിൽ സാറിന് ഒരു മറക്കാൻ പറ്റാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ജേണി അത് എന്തായിരുന്നു? ആയുർവേദയിൽ കുറേ പേഷ്യൻസ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആയുർവേദയുടെ പ്രത്യേകത സീസൺ 2 അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സെൻ്ററായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കിടക്കുന്ന അന്തേവാസികളാണ്, അവിടുത്തെ ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടുത്തെ ആൾക്കാർ, റെസിഡൻസ് ആണ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. കാര്യം വെച്ചാൽ അവരവിടെ കിടക്കുകയാണ്. ട്രൂ ആയിട്ടുള്ള യഥാർത്ഥ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ആളിനെ അവിടെ കിട്ടണം. വന്നുപോയി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ചില കുഴപ്പങ്ങളുണ്ട്. കിടന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അവരുടെ ഫുഡ് ഉൾപ്പെടെ, ഭക്ഷണം ഉൾപ്പെടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം സീരിയസ് ആയിട്ടുള്ള ഒരു ആയുർവേദ ചികിത്സ ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. അപ്പം സീസൺ 2 പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്, വയസ്സായ ആൾക്കാരാണ്. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അവർക്ക് പട്ടണത്തിൽ അല്ലെങ്കിൽ നാട്ടിൻപുറത്തിൽ നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നോക്കാൻ ആരുമില്ല. മക്കളെല്ലാം ഇതാണ്. അപ്പം അവർ തന്നെ പറയുന്നത് ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചത് നല്ല ജോലി കിട്ടാൻ വേണ്ടിയാണ്. ബട്ട് ഇത് കുഴപ്പമില്ല, ഞങ്ങളിവിടെ ഹാപ്പിയാണ്. കാരണം കൂടെ ഉള്ളവരെ സെയിം ഏജിലുള്ള ആൾക്കാരൊക്കെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്ത് കിടക്കണം, ഏതെങ്കിലും ഒരു ജോലിക്കാരൻ്റെ കൂടെ കിടക്കേണ്ടി വരും. മക്കളെല്ലാവരും അങ്ങനെയുള്ള അമ്മമാരും അച്ഛന്മാരുമാണ്. അങ്ങനെയുള്ളൊരു അങ്ങനെ ചിലപ്പോൾ അവർ മെൻ്റലി നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവർ ഇത്തിരി ഡിപ്രസ്ഡ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് വന്നു. ഒരു അമ്മാവനാണ്, 78 വയസ്സുള്ളൊരു, അയാൾ പെട്ടെന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഒരു 3 ആഴ്ച കിടന്ന് ചികിത്സിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന. വൈഫ് മാത്രമേ ഉള്ളൂ, മക്കള് 2 പേരും BSSCയിൽ അവിടെ നല്ല ജോലിയുള്ള ആൾക്കാർ. പക്ഷെ മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ വഴക്കാം. അയാളൊരു ഫിലിം പ്രൊഡ്യൂസറാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് മുഴുവൻ സിനിമ എടുത്ത് തീർത്ത്. അപ്പം ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാണ്. അയാൾക്ക് വെരിക്കോസ് അൾസറുണ്ട്, കാലിൽ നല്ല നീരും വേദനയായിട്ടൊക്കെയാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നു. എങ്കിലും മദ്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം വൈഫും അങ്ങേറ്റും കൂടെ അവിടെ കിടന്നു. ഒരു 2-3 ആഴ്ച കിടന്നു. നല്ല വ്യത്യാസം വന്നു, നടക്കാൻ പറ്റിയ ഇതായി. ഇത് ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം ശംഖുപുഷ്പി ചൂർണം, ശ്രീകണ്ഠാസവം അതുപോലെയുള്ള ചില മരുന്നുകളൊക്കെ കൊടുത്തു. ഒരു ഫ്രണ്ട് ആരും അറിയാതെ മദ്യം കൊണ്ടുവന്ന് സെക്യൂരിറ്റി പിടിച്ച് മാറ്റി വെച്ച് ഫ്രണ്ടിനെ പിന്നെ ഇങ്ങോട്ട് കിടത്തി വിട്ടില്ല. അങ്ങനെയൊക്കെ അയാളൊരു രസകരമായ അതാണ് ഒരു എക്സ്പീരിയൻസ്. വേറെ ഉള്ളതൊരു അമ്മയാണ്, അവർക്ക് ആമവാദമായിരുന്നു. മുട്ട് നല്ല നീരും പനിയും അങ്ങനെയൊക്കെ വന്നാൽ ഒട്ടും നടക്കാൻ വയ്യാതെ. അപ്പോൾ അലോപ്പതി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കുറവില്ല എന്നൊക്കെ പറഞ്ഞു.
അവർ നമ്മൾ അവിടെ സീസൺ 2 പ്രത്യേകത അവിടെ ഒരു അലോപ്പതി ഡോക്ടറുണ്ട്. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവരെ അടുത്തുള്ള കോസ്മോ, കിംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ ആംബുലൻസ് ഇതിൽ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടും കുറയണില്ല എന്നും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നമ്മുടേതായ പിന്നെ സുദർശനം, ആമ പാചനമായിട്ടുള്ള ചില മരുന്നുകളെ കൊടുത്ത് വളരെ ചിലവേറിയ ചികിത്സയൊന്നും ചെയ്തില്ല. പൂച്ചിടുക, പിന്നെ ചില കഷായങ്ങൾ കൊടുക്കുക, ചൂർണങ്ങൾ തേനിലും അതൊക്കെ കലക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള കുറേ ചികിത്സകൾ ചെയ്തിട്ട് ഒരാഴ്ച 2 കൊണ്ട് അവർ വാക്കറിൽ നടക്കാൻ പറ്റിയ അവസ്ഥയിലായി. അവർ മക്കൾക്കൊക്കെ വലിയ സന്തോഷം. അങ്ങനെയൊക്കെ ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ, ഇപ്പം എന്നെ പോലുള്ള യങ് ആയിട്ടുള്ള കുറച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം സാർ ഒരു ഇത്രയും ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് സാറിന് ഈ ഫീൽഡിലുണ്ട്. അപ്പം നമുക്ക് ഇനി എന്താണ് ഒരു ആയുർവേദയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ഹോപ്പ്, നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായമുള്ളത്? ഒന്ന്, വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കോളേജിന് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വിദ്യാർത്ഥികളവിടെ ലൈബ്രറി ഉണ്ട്, നല്ല അധ്യാപകരുണ്ട്, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആയുർവേദത്തിന് ഒരുപാട് നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യുണീക്കായിട്ട് ഓരോ പേഴ്സൺ യുണീക്കാണെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരെ വ്യക്തിത്വത്തെ നമ്മൾ മാനിച്ചുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ പ്രകൃതി എന്ന് പറയുന്നത് അവിടുന്ന് വരുന്ന നമ്മളപ്പൂപ്പൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നമ്മൾ കിട്ടും, നമ്മളൊരു യുണീക്ക് പേഴ്സണാണ്. അതിനെ മാനിച്ചുകൊണ്ടാണ് ആയുർവേദം ചികിത്സിക്കുന്നത്. ഡോക്ടേഴ്സിന് ഒരുപാട് സ്കോപ്പുണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. വർക്കല പോലുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ വിദേശീയർക്ക് വേണ്ടി പ്രത്യേക ഒരു തുടങ്ങി. ഗവൺമെൻറ് തന്നെ വിദേശീയർക്കുള്ള ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആയുർവേദ മെഡിക്കൽ ടൂറിസം അത് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിന് ഒരുപാട് സ്കോപ്പുണ്ട്. യങ്സ്റ്റേഴ്സ് ജോലി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവർക്ക് തന്നെ ജോലികൾ കണ്ടെത്താം. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ആയുർവേദം പഠിപ്പിക്കാം, സ്പ്രെഡ് ചെയ്യാം. അത് പഠിപ്പിക്കാനുള്ള കോളേജ് പോലുള്ള സ്ഥലങ്ങൾ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ നല്ല ആയുർവേദം സ്പ്രെഡ് ചെയ്യാം. ഇപ്പം ആയുർവേദത്തെക്കുറിച്ച് ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പം ആയുർവേദത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ഡോക്ടർമാർക്കും ഉണ്ട്. അപ്പോൾ യങ് ഡോക്ടേഴ്സ് കൂടെ അവർക്കാണ് കൂടുതൽ ചടുലമായിട്ട് അതിനൊക്കെ പ്രതികരിക്കാൻ പറ്റുന്നത്. അവർ പടയാളികളാവണം. അവർ പറഞ്ഞ പോലെ യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയുർവേദത്തിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ തടുക്കാൻ പറ്റണം. ആയുർവേദത്തിന് നല്ല സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിചാരം. ഓക്കെ, ഇത്രയും നേരം നമ്മുടെ ഒപ്പം ആയുർവേദത്തിനെ കുറിച്ചും അതുപോലെ കർക്കിടക ചികിത്സയെക്കുറിച്ചും ഇത്രയും ആഴത്തിൽ നമുക്ക് ഇൻഫോർമേഷൻ നൽകിയ പ്രേക്ഷകരെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് സാറെല്ലാം നമ്മളോടൊപ്പം പങ്കുവച്ചു. അതിന് സാറിനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ആയുർലേക്കും ഇൻ്റർവ്യൂ ചെയ്ത ഡോക്ടർ ആദിത്യയ്ക്കും നന്ദി. എനിക്ക് സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യകരമായ ഒരു കർക്കിടക മാസം ആശംസിക്കാം. താങ്ക് യു സർ. താങ്ക് യു.